ദുർഭരണം ഡൽഹിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ 10 വർഷക്കാലം ബി.ജെ.പി. ഭരണം, ബി.ജെ.പി. സർക്കാർ വന്ന ശേഷം ഈ രാജ്യത്ത് വന്ന വർഗീയതയും വിദ്വേഷവും അന്യായങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ മാറ്റി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ളത്. എല്ലാ ജാതി, എല്ലാ മതം, എല്ലാ ഭാഷ, എല്ലാ സമുദായം, എല്ലാ സംസ്ഥാനങ്ങളും എല്ലാവരും ഭാരതീയ പൌരന്മാരാണ്. അവർക്ക് ഈ രാജ്യത്തിൽ ജീവിക്കാനും ഈ രാജ്യത്തിൽ പഴയ്ക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ വീണ്ടും അവർക്ക് കിട്ടണമെന്നാണ് നമ്മളുടെ വിശ്വാസം. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഞാനും ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാത്രമാണ്, ബി.ജെ.പിയെ തോൽപ്പിക്കണം എന്ന്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 തവണ തിരുവനന്തപുരത്തിൽ ബി.ജെ.പിയാണ് 2ാം സ്ഥാനത്ത് വന്നത്. ഞാൻ അഭിമാനത്തോട് പറയുന്നു, 2 തവണ അവരുടെ വലിയ വെല്ലുവിളിയെ എനിക്ക് തോൽപ്പിക്കാൻ സാധിച്ചു. എന്റെ സുഹൃത്തുക്കൾ LDF-നെ ഞാൻ നല്ലോണം ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന പനിയൻ സാറ്, അദ്ദേഹം പറയുന്നു അവർക്കാണ് തോൽപ്പിക്കാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, 2 തവണ LDF 3ാം സ്ഥാനത്തിൽ എത്തിയ കാരണമാണ് എനിക്ക് അത്രത്തോളം ഒരു ആവശ്യം, ഈ ബി.ജെ.പി. തോൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം എനിക്കും എന്റെ പാർട്ടിക്കും ഏറ്റെടുക്കാൻ ആവശ്യം. എന്റെ ഘടകകക്ഷി CP ജോണപ്പൻ നിൽക്കുന്നുണ്ട്. എല്ലാ ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ, UDF ഘടകകക്ഷികൾ കേരളത്തിനകത്ത് എന്തായാലും ഞങ്ങളുടെ വിശ്വാസം ഇതാണ്. എനിക്കൊരു ചെറിയ ഒരു അതിശയം തോന്നിയത്, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എല്ലാ സ്റ്റോപ്പിലും, എല്ലാ ജംഗ്ഷനിലും, എല്ലാ പ്രസംഗത്തിലും ബി.ജെ.പിയെതിരെ സംസാരിക്കുമ്പോഴും ബി.ജെ.പിയെ തോൽപ്പിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോഴും നമ്മൾ LDF സ്ഥാനാർത്ഥികൾ ഇവിടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൽ അവരുടെ പ്രചരണത്തെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ എന്റെ എതിര് മാത്രമേ പ്രചരണം ഞാൻ കേട്ടുള്ളൂ. ബി.ജെ.പി. സ്ഥാനാർത്ഥിയോ, ബി.ജെ.പി. ദുർഭരണമോ, ബി.ജെ.പി. സർക്കാരിന്റെ എതിരെ ഒരു വാക്ക്, ലെഫ്റ്റിന്റെ വാക്കെന്നോ ലെഫ്റ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ ഞാൻ കേട്ടു.